മാവേലി സ്റ്റോറുകളിൽ പഞ്ചസാര കിട്ടാക്കനിയായിട്ട് 8 മാസം. വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാത്തതിനാൽ കഴിഞ്ഞ ഓണത്തിന് ശേഷം പഞ്ചസാര എത്തിയിട്ടില്ല. സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൊഴിലാളി സംഘടന പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഓണക്കാലത്താണ് മാവേലി സ്റ്റോറുകളിൽ അവസാനമായി പഞ്ചസാര എത്തിയത്. പഞ്ചസാര വാങ്ങാൻ മാവേലി സ്റ്റോറുകളിൽ എത്തുന്നവർ 8 മാസമായി നിരാശരായാണ് മടങ്ങുന്നത്. നേരത്തെ 22 രൂപയായിരുന്ന പഞ്ചസാര വില ഫെബ്രുവരിയിൽ 27 രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും സ്റ്റോക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞില്ല. 40 മുതൽ 45 രൂപ വരെയാണ് പഞ്ചസാരയുടെ വിപണി വില. സബ്സിഡി സാധനങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ഇനം പഞ്ചസാരയാണ്. പഞ്ചസാര കിട്ടാതായതോടെ മാവേലി സ്റ്റോറുകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞെന്ന് സപ്ലൈകോ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു. കുടിശ്ശിക മുടങ്ങിയതോടെ വിതരണക്കാർ സപ്ലൈകോയ്ക്ക് പഞ്ചസാര നൽകുന്നില്ല. ഇതാണ് ക്ഷാമത്തിന് കാരണം. 200 കോടി രൂപ അടിയന്തരമായി ലഭിക്കാതെ പഞ്ചസാര പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്. അനുവദിക്കാൻ ഖജനാവിൽ പണമില്ലെന്ന് ധനവകുപ്പും വിശദീകരിക്കുന്നു. പഞ്ചസാരയ്ക്കൊപ്പം തുവരപ്പരിപ്പും സപ്ലൈകോയിൽ സ്റ്റോക്ക് എത്തിയിട്ട് മാസങ്ങളായി. അതിനിടെ സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൊഴിലാളി സംഘടന പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചു. അടുത്ത ബുധൻ വ്യാഴം ദിവസങ്ങളിൽ AITUC സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കും. സപ്ലൈകോയെ ധനവകുപ്പ് അവഗണിക്കുന്നുവെന്നാണ് CPI സംഘടനകളുടെ പരാതി. റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.